ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കാണ് പ്രധാനമന്ത്രി ആദ്യം ലക്ഷ്യം വെച്ചത്. പറഞ്ഞോ. അതാണ് അവര് പല രീതിയിലും ഭയപ്പെടുത്താൻ നോക്കും. ഭയക്കരുത്. ഭയം എന്ന് പറഞ്ഞ ഒരു കാര്യമേ ഇല്ല. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഇവിടെ പ്രാവർത്തികമാക്കി. പറഞ്ഞോ. അത് ശ്രദ്ധിക്കരുത്. അതാണ് ഈ ചർച്ചയുടെ ഒരു തന്ത്രം. അതാണ് സാർ മൈക്കിൽ ശ്രദ്ധിച്ചാൽ മതി. മൈക്കിൽ ശ്രദ്ധിച്ച് നേരെ ക്യാമറയ്ക്ക് പറയൂ. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ധാരാളം അടിസ്ഥാന സൗകര്യ വികസനങ്ങള്, ശൗചാലയങ്ങൾ മുതൽ, വീടുകൾ മുതൽ, പെൻഷൻ മുതൽ, ഗ്യാസ് മുതൽ, കർഷകർക്കുള്ള അല്ല അത് ബിജു പറഞ്ഞു വരുന്നതിൽ ഒരു പ്രശ്നമുള്ളത്, കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ പണം കൊടുത്ത് ശൗചാലയം ഉണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നോ? അതെ, കേരളത്തിൽ അതില്ല. അതുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടി വന്നത്. കേരളത്തിൽ അതില്ല. അല്ല, കേരളത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് നടത്തിയത്. അത്തരം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. അപ്പം ഡീസലിന്റെയും ഗ്യാസിന്റെയും വില പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വില പോവോ? ഇല്ല. ഡീസലിന്റെയും ഗ്യാസിന്റെയും കാര്യം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ഇപ്പൊ കാസർഗോഡ് ചെന്നിട്ട് ഡീസലും പെട്രോളും അടിച്ചിട്ട് തൊട്ടടുത്തോട്ടുള്ള കർണാടകയിലേക്കോ മാഹിയിലേക്കോ മാഹിയിലോ ചെല്ലുമ്പോ അതിന്റെ വില വ്യത്യാസം അറിയാം. ഈ ഏറ്റവും അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്രോളിനും ഡീസലിനും വിലയുള്ളത് കേരളത്തിൽ മാത്രമാണ് സാറേ. മാത്രമാ ഉള്ളത് സംസ്ഥാന സർക്കാരിന്റെ. ഞാനത് പറഞ്ഞപ്പോ ഇച്ചിരി മുമ്പേ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടും ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2009 മുതൽ 5 വർഷക്കാലവും ആന്റോ ആന്റണി ഇവിടുത്തെ MP ആയിരുന്നു. എന്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തി? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു ചോദ്യം തിരിച്ച് 2014 മോദി സർക്കാർ നമ്മുടെ മൻമോഹൻ സിംഗ് സർക്കാർ പോകുമ്പോൾ $105 ആയിരുന്നു ഒരു ബാരലിന്. അവിടെ 55 രൂപയായിരുന്നു ഡീസലിന്. ഇന്ന് 86 രൂപയാണ് ഇന്നത്തെ ദിവസം ക്രൂഡ് ഓയിലിന്റെ വില. ഇന്ന് ഡീസലിന്റെ വില 97 രൂപയാണ്. 55 നിന്ന് 47. ക്രൂഡ് ഓയിലിന്റെ വില താഴുമ്പോൾ ഇവിടുത്തെ വില കുതിക്കുന്നു. എന്തുകൊണ്ടാണ് സാർ? എന്തുകൊണ്ടാണ്? വളരെ ലളിതമായി പറയൂ, എന്തുകൊണ്ടാണ്? വിദേശ വിപണിയുമായി ബന്ധപ്പെട്ട ആ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞോ. ഒറ്റ ചോദ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങ് പറഞ്ഞോ. പറയട്ടെ അദ്ദേഹം പറഞ്ഞോളൂ. മറുപടി ഉണ്ടെങ്കിൽ പറയാം. വിദേശ വിപണിയുമായി ബന്ധപ്പെട്ടാണ് ക്രൂഡ് ഓയിലിന്റെ വില നിശ്ചയിക്കുന്നത്. അതാണ് ഡോളർ. ഞാൻ $2 പറഞ്ഞത്, ഇന്ത്യൻ റുപ്പി അല്ല. $105 2014. ഇപ്പോൾ അത് കുറഞ്ഞ് $87 ആയി അന്താരാഷ്ട്ര വിപണിയിൽ. പക്ഷേ ഇന്ത്യൻ രൂപയിൽ 55 രൂപയുണ്ടായിരുന്നത് 97 രൂപയായി. എന്തുകൊണ്ട്? ടാക്സ് ഇതുമായി ബന്ധപ്പെട്ട് കൂടിയിട്ടുള്ളതുകൊണ്ട്. ടാക്സ് അതൊന്നും അല്ല, കാര്യം പോയി. അപ്പൊ അതിൽ പറഞ്ഞോട്ടെ. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം